നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മധുരയിലാട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മധുരയിൽ നിന്ന് തേനി കമ്പം ഭാഗത്ത് പോയിട്ട് അവിടെ ഒരുപാട് മുന്തിരിത്തോട്ടങ്ങളൊക്കെ കണ്ട് തിരിച്ചു വന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് മധുരയിൽ നിന്ന് നേരെ തഞ്ചാവൂരിലേക്കാട്ടോ. അപ്പോൾ രാവിലെ 10:25 വിടുന്ന ഒരു ട്രെയിൻ ഉണ്ട്. അത് ഏകദേശം ഒരു 2 മണി 2:30 ആകുമ്പോഴേക്ക് തഞ്ചാവൂരെത്തും. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 7 മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഒരുപാട് സമയമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തോട്ട് പോകാം കേട്ടോ. ഞാൻ ഈ പോകുന്നൊരു വഴിയൊക്കെ കണ്ടില്ലേ, ഭയങ്കര നാരമായിട്ടുള്ള വഴി. ഞാൻ നടന്നു വന്നതൊക്കെ ഈ ഒരു സൈഡിൽ നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്കുള്ളൊരു കാഴ്ച നോക്കി, അടിപൊളിയാണ്. വലിയ തിരക്കൊന്നുമില്ല, കടകളൊക്കെ തുറന്ന് വരുന്നുള്ളൂ കേട്ടോ. സമയം 7 മണിയൊക്കെ ആവുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇവിടുന്ന് തഞ്ചാവൂരിലേക്ക് പോകുന്ന കാഴ്ചകളും തഞ്ചാവൂരിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഇരിക്കട്ടെ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വഴി നടന്നു കഴിഞ്ഞാൽ ഒരു മെയിൻ റോഡിലോട്ട് ചെന്ന് കയറാൻ പറ്റും. അവിടെ എത്തിയിട്ട് നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തോട്ട് പോകാം കേട്ടോ. നമ്മളങ്ങനെ ഏകദേശം റെയിൽവേ സ്റ്റേഷൻ്റെയൊക്കെ ഭാഗത്ത് എത്താറായിട്ടോ. ഈ ഒരു വഴി കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റിലേക്കൊരു വഴി കാണും. ആ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുമ്പിലെത്താൻ പറ്റും കേട്ടോ. ഒരു ഭാഗമൊക്കെ കണ്ടില്ലേ, അത്യാവശ്യം വലിയ ബിൽഡിങ്ങുകളൊക്കെ കയറി വരുന്നുണ്ട്. എന്തോ തുണിക്കടയൊക്കെ കേട്ടോ. എന്തായാലും നമുക്ക് ആ ഒരു ഭാഗത്തോട്ട് പോകാൻ നമ്മളെങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ ഏകദേശം ഫ്രണ്ടിലെത്തിക്കും. നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് റെയിൽവേ സ്റ്റേഷനൊക്കെ കാണാം. ഈ ഒരു വഴി ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷന് മുമ്പിലോട്ടാട്ടോ. എന്തായാലും അങ്ങോട്ട് പോകാൻ ഇപ്പോൾ സമയം 8 മണിക്ക് ആവാറായിട്ടോ. ഇവിടെ എപ്പോഴും ഷോപ്പൊക്കെ ഓണായി വരുന്നുള്ളൂ. നമ്മളിതാ റെയിൽവേ സ്റ്റേഷന് മുമ്പിലെത്തിട്ടോ. ആ ഒരു ഭാഗത്തായിട്ട് കാണാം നമുക്ക് റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ വണ്ടി വരുന്നത് 10:25 അപ്പോൾ ഏകദേശം ഒരു 9 മണിക്ക് നമ്മൾ ടിക്കറ്റ് കൊടുത്തു തുടങ്ങുള്ളൂ. നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, നമുക്ക് അതെവിടെയെങ്കിലും പോയിട്ട് ഇരിക്കാം. നമ്മളങ്ങനെ മധുരൈ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിലെത്തിട്ടോ. നമുക്ക് ഇതിനകത്തോട്ട് കയറേണ്ടതൊക്കെ ഈ ഒരു ഭാഗത്തൂടെയാണ്. ഇതിന് മുമ്പിലായിട്ട് നമുക്ക് ചെറിയൊരു ക്ഷേത്രമൊക്കെ കാണാം കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, നമ്മൾ തേനി പോയ വീഡിയോയിൽ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇതിൻ്റെ അകത്തോട്ട് കയറാം. ഇതാട്ടോ ഞാൻ പറഞ്ഞ ക്ഷേത്രം. ഇതിപ്പോൾ ക്ലോസ് ചെയ്ത് വെക്കുകയാണ്. ഞാൻ നേരത്തെ ഈ ഭാഗത്ത് വന്നപ്പോൾ ഇത് തുറന്നേക്കായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ക്ലോസ് ചെയ്ത് വെക്കുകയാണ്. എന്തായാലും നമുക്ക് ഇതിനകത്തേക്ക് കയറാം കേട്ടോ. ഞാനങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് 1ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടോ. നമ്മുടെ വണ്ടി വരുന്നത് 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. ഏകദേശം ഒരു 10:20 ആകുമ്പോൾ വരും കേട്ടോ. അത് രാവിലെ ശങ്കരൻകോവിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്ന കേട്ടോ. ഏകദേശം 7:20 ആകുമ്പോൾ ശങ്കരൻകോവിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്ന വണ്ടിയാണ്. ഇവിടുന്ന് തഞ്ചാവൂർ വരെ വരുന്ന ചാർജ് ഒരാൾക്ക് 85 രൂപ കേട്ടോ. അപ്പോൾ അതാ ഏതൊരു എൻജിനൊക്കെ പാസ് ചെയ്ത് അങ്ങനെ പോകുന്നുണ്ട്. ഇത് കാണുന്ന കേട്ടോ 1ാമത്തെ പ്ലാറ്റ്ഫോം. ഇവിടെ നമുക്ക് വേറൊരു വണ്ടി കിടക്കുന്നതാണ്, അത് 2ലാട്ടോ കിടക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് 10:20 വരെ സമയമുണ്ട്. ഏകദേശം 9 മണിക്ക് ആവുന്നുള്ളൂ കേട്ടോ. എന്തായാലും വെയിറ്റ് ചെയ്യാം നമുക്ക്. ഈ ഇരിക്കുന്നതൊക്കെ ഉണക്കമീനാന്ന് തോന്നുന്നു കേട്ടോ. നല്ല സ്മെല്ലുണ്ട്. ഇന്ന് പാർസൽ വന്നിട്ട് ഇരിക്കുന്നത് തോന്നുന്നു. അതുപോലെ നമ്മുടെ ട്രെയിൻ വരാൻ ഇനിയും ഒരുപാട് സമയമുണ്ട് കേട്ടോ. 9:30 കഴിഞ്ഞുള്ളൂ. 10:20 നമ്മുടെ ട്രെയിൻ ഇവിടെ വരുന്നത്. അപ്പോൾ അതുവരെ ടൈമുണ്ട്. നല്ല പോസ്റ്റാട്ടോ അവിടെ. കുറേ നേരം ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. എന്തായാലും നമുക്ക് ട്രെയിൻ വരുന്നവരെ ഇതിലെങ്ങനെ നടക്കാം. നമ്മുടെ വണ്ടി ഇതവിടെ വന്ന് നടക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അകത്തേക്ക് കയറാം. ഇവിടുന്ന് ഏകദേശം ഒരു 5 മിനിറ്റിനുള്ളിൽ വണ്ടി എടുക്കും. 10:25 തന്നെ നമ്മുടെ വണ്ടി എടുക്കും. ഏകദേശം 10:20 ആയിട്ടുണ്ട്. ഷാർപ്പ് 10:25 തന്നെ നമ്മുടെ വണ്ടി മധുര സ്റ്റേഷനോട് യാത്ര പറഞ്ഞിട്ടോ. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ വണ്ടിയിൽ. കുറച്ച് കഴിയുമ്പോഴേക്കും തിരക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും വലിയ തിരക്കൊന്നുമില്ല. ഇനി 2 മണി വരെ നമുക്ക് ഈ ട്രെയിനിൽ ഇങ്ങനെ പോകട്ടെ. 2 മണിക്കാണ് നമ്മൾ തഞ്ചാവൂർ എത്തുന്നത്. അതുവരെ ടൈമുണ്ട് കേട്ടോ. എന്തായാലും തിരക്ക് വേണമായിരിക്കും. ഇതിനിടയിലൊരു 8 സ്റ്റേഷനോളം കവർ ചെയ്യാനുണ്ട് കേട്ടോ നമുക്ക്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് മധുരൈ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടൊരു നെയിം ബോർഡൊക്കെ കാണാം കേട്ടോ. ഇങ്ങനെ നമ്മൾ മധുര വിട്ടു.
നമ്മുടെ വണ്ടിക്ക് പോകാൻ വേണ്ടി ബ്ലോക്ക് ചെയ്തിട്ട് വണ്ടി കേട്ടത്. നമ്മുടെ വണ്ടി പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോകും. ഈ ഒരു ഭാഗമൊക്കെ നോക്കിയാൽ പുളിയുടെ ഇല പോലത്തെ ഒരു ഇലയുടെ ചെടി നിൽക്കുന്ന ഒരുപാട് ഏരിയയിൽ കാണാത്. ഈ തമിഴ്നാട്ടിൽ മൊത്തം ഇങ്ങനെ ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പോഴും അതുപോലെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് കാണാൻ പറ്റും ഈ സാധനം. ചെടിയാണെന്ന് അറിയത്തില്ല, അതിൽ പയർ പോലത്തെ എന്തോ ഒരു കായൊക്കെ കാണാം നമുക്ക്, ഒരുപാട് കാണാം. ഇപ്പോൾ നമുക്ക് അടുത്ത സ്റ്റേഷൻ വരുന്നത് കൊടൈക്കനാൽ റോഡാട്ടോ. നമ്മൾ ഏകദേശം ഒരു 11 മണിയൊക്കെ അവിടെ എത്തുമ്പോൾ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. അതിന് മുമ്പൊന്നും നമുക്ക് സ്റ്റേഷൻ വരുന്നില്ല. ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഒരുപാട് കൃഷി കാണാം കേട്ടോ. ഒരുപാട് നെൽപ്പാടങ്ങളും അതിന് ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒരുപാട് മലകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതൊരു അടിപൊളി യാത്രയുണ്ട് ഈ മധുരൈ ടു തഞ്ചാവൂർ. നമ്മളങ്ങനെ കൊടൈക്കനാൽ റോഡ് എത്തിയിട്ടോ. നമുക്ക് ഈ ഭാഗത്തായിട്ട് നെയിം ബോർഡ് കാണാം. ഇതാണ് മധുര കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ് വരുന്നുണ്ട് ഈ വണ്ടിക്കുള്ളത്. സമയം ഏകദേശം 11 മണിയായി. ഇവിടെ ഒരു 2 മിനിറ്റ് ടൈം വരുന്നു കേട്ടോ. നമുക്ക് ഉടനെ തന്നെ ഇവിടുന്ന് വണ്ടി എടുക്കും. നമ്മളങ്ങനെ തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിലെത്തിട്ടോ. ഇനി ഇവിടെ നിന്നൊരു 4 സ്റ്റേഷനോടെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ തഞ്ചാവൂർ വരുന്നത്. ഇവിടെ ഒരു 10 മിനിറ്റ് ടൈം ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ ഫുഡും കാപ്പിയൊക്കെ കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് വാങ്ങി കഴിക്കാം. എന്തായാലും എനിക്ക് പ്ലാനില്ല കേട്ടോ, നമുക്ക് തഞ്ചാവൂർ എത്തിയിട്ട് കഴിക്കാം. അങ്ങനെ നമ്മൾ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് വണ്ടിയെടുത്ത് കറക്റ്റ് 2:08 ആകുമ്പോഴേക്കും നമ്മൾ തഞ്ചാവൂർ എത്തും കേട്ടോ. ഇനി ഒരു 4 സ്റ്റോപ്പും കൂടി ഉണ്ട് നമുക്ക് തഞ്ചാവൂർ ഭാഗത്തെത്താൻ. നമ്മൾ ട്രെയിനിൻ്റെ ഏകദേശം പുറകിലായതുകൊണ്ട് ഇതുപോലെ വരുന്ന കർവൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. പൊളിയാണ് ഇങ്ങനെ കാണാൻ. ഒരു 2-3 ബോഗിയും കൂടെ ഉള്ളൂ കേട്ടോ പുറകിലോട്ട്. നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇതുണ്ടല്ലേ ഇങ്ങനെ വളഞ്ഞിങ്ങനെ പോകുന്നത്. അപ്പം ഇനി നമുക്ക് തഞ്ചാവൂർ എത്തിയിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഏകദേശം തഞ്ചാവൂർ എത്തിയിട്ടോ. നമ്മുടെ ട്രെയിൻ ഇവിടെ പിടിച്ചിട്ടേക്കാണ് ഒരു വണ്ടിക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. വണ്ടി ഏകദേശം ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ നിന്ന് കാണാം കേട്ടോ. ഇനി ഇത് പോയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി അടുത്ത സ്റ്റോപ്പ് തഞ്ചാവൂരാണ്. ഏറെക്കുറെ എത്തിയിട്ടോ. നമ്മൾ
ഒരു കിലോമീറ്ററിൻ്റെ അടുത്തും കൂടെ ഉള്ളൂ. സമയം 2:30 ആയപ്പോഴേക്കും നമ്മൾ തഞ്ചാവൂർ എത്തിട്ടോ. ഇവിടെ ആയിട്ട് കാണാം തഞ്ചാവൂർ എന്ന് പറഞ്ഞ നെയിം ബോർഡ്. നമ്മൾ വന്ന വണ്ടി ആട്ടേ കിടക്കുന്നത്. അത്യാവശ്യം നല്ല വെയിലാട്ടോ, ഒടും വെയിലാണ്. ഈ സമയം ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല കേട്ടോ, നല്ല വെയിൽ, നാട്ടിലെ പോലത്തെ അവസ്ഥയൊക്കെ തന്നെ കേട്ടോ ഇവിടെ. അപ്പം ഇനി നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലും കഴിക്കണം, എന്നിട്ട് റൂം എടുക്കണം, ഒന്ന് കുളിച്ച് ഫ്രഷാണ് കേട്ടോ. നമ്മൾ ഇന്ന് രാവിലെ ഇറങ്ങിയതാട്ടോ, രാവിലെ ഒരു 10:30 ഇറങ്ങിയത്. അപ്പോൾ സമയം ഏകദേശം 2:45 ആവാറായി. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഒരു റൂം എടുത്ത് ഫ്രഷായിട്ട് കാണാം കേട്ടോ. ആദ്യം നമുക്കിതിന് വെളിയിലേക്ക് ഇറങ്ങാം. ഈ ഒരു വഴി ഇങ്ങോട്ടാണ് തോന്നുന്നു കേട്ടോ പോകേണ്ടത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. അങ്ങനെ നമ്മൾ വന്ന വണ്ടി ഇതാ പോകുന്നത്. പെട്ടെന്ന് തന്നെ എടുത്തിട്ടോ, ഇവിടെ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് സമയം ഉണ്ടായിരുന്നുള്ളൂ, അത് പോയി. അപ്പം ഇനി നമുക്ക് നേരെ ഇതിന് വെളിയിലേക്ക് ഇറങ്ങാം കേട്ടോ. നല്ല വെയിലാട്ടോ, പുറത്തേക്ക് ഇറങ്ങാം. നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റിൻ്റെ ഭാഗത്തോട്ട് എത്തും തോന്നും കേട്ടോ. ഇവിടെ കാണാം നമുക്ക്. അപ്പം നമുക്ക് ഇതിൽ തന്നെ ഇറങ്ങാം, എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് വല്ലതും കഴിക്കണം, എന്നിട്ട് റൂം എടുക്കാം കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് ഇതിന് വെളിയിലേക്ക് ഇറങ്ങാം. ഞാനങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങിയിട്ട് റൂം ഇറങ്ങിക്കൊണ്ട് കിടക്കാം കേട്ടോ. നമ്മൾ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല റഷായി, നല്ല തിരക്കുണ്ട് കേട്ടോ ഈ സമയത്ത്. അപ്പം ഇന്ന് എവിടെയെങ്കിലും റൂം കണ്ടുപിടിക്കണം, എന്നിട്ട് ബാഗൊക്കെ ഒന്ന് വെക്കണം, എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ നമുക്ക്. സമയത്ത് ഏകദേശം 3 മണി 3:30 ആയിട്ട് നമ്മൾ 2 മണി 2:30 ആയപ്പോൾ വന്ന് വണ്ടി ഇറങ്ങിയതായിരുന്നു. കുറച്ച് നേരം അലഞ്ഞു കേട്ടോ നമ്മൾ റൂം എടുക്കാൻ വേണ്ടിയിട്ട്. അവസാനം നമ്മൾ റൂം എടുത്തു. 650 രൂപ കേട്ടോ റൂമിൻ്റെ വാടക. വിത്ത് AC ആണ്, വലിയ കുഴപ്പമില്ലാത്ത റൂമാണോ. ഇവിടെ റൂമിന് കുറച്ച് ചീപ്പാണ് തോന്നുന്നുണ്ട് റേറ്റ്. അപ്പോൾ ഇനി നമ്മൾ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണം, എന്തെങ്കിലുമൊക്കെ കഴിക്കണം കേട്ടോ. കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മധുരയിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് വരുന്ന കാഴ്ചകളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ തഞ്ചാവൂരിലെ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.